അതെ, പുകയിൽ മുങ്ങിയ ബ്രഹ്മപുരത്തു കൂടി നടന്നുകൊണ്ടാണ് ജി കുഞ്ഞുമോൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ മാധ്യമ സംഘം അടക്കം ആ ബ്രഹ്മപുരം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരൊക്കെ ഒരു വലിയ റിസ്ക് എടുത്ത് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നാണ് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവും അതുപോലെ വീണ ജോർജും ഒക്കെ ഇതിൽ ആശങ്കയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൊച്ചി നിവാസികൾ ആശങ്കയിലാണ്. ഇന്ന് തന്നെ തീയണയ്ക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ മന്ത്രി എം ബി രാജേഷ് പങ്കുവയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഈ തീപിടുത്തം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, ഇതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തം കൊച്ചിയിൽ ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചതെന്നായിരുന്നു വിഷയം സബ്മിഷനായി അവതരിപ്പിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. മനഃപൂർവ്വം ഉണ്ടാക്കിയ തീപിടുത്തമാണിത്. പ്രതിരോധിക്കാൻ സർക്കാർ ഒരു ക്രമീകരണവും ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പരിശോധിക്കാൻ വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കിയ തീപിടുത്തമാണ് എന്ന് ആ നഗരത്തിലെ ഓരോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ആദ്യം തീപിടുത്തം ഉണ്ടായി, 800 മീറ്റർ അപ്പുറയാണ് വേറെ തീപിടുത്തം ഉണ്ടാകുന്നത്. മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന തീപിടുത്തമാണ്. സാർ, ഇത് വളരെ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിലുള്ളത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു സംവിധാനം വേണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം ഈ തീപിടുത്തത്തെക്കുറിച്ച് നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. അതേസമയം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നായിരുന്നു മന്ത്രി എം ബി രാജേഷിന്റെ മറുപടി. യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായെന്നും മന്ത്രി വിശദീകരിച്ചു. ഉന്നതതല യോഗം അവിടെ ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊച്ചിയിലില്ല. തീ അണയ്ക്കുന്നതിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തോടു കൂടി അത് പൂർണ്ണമായിട്ടും അണയ്ക്കാനാവുമെന്നാണ് കരുതുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് സർ. തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.